ഹേയ് ഗായ്സ്, ക്യാപ്കട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് മലയാളം ഫോണ്ട് കൊണ്ടുവരാൻ നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, മലയാളം ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. ഈ ഒരു വെബ്സൈറ്റിൽ ഏകദേശം നമുക്കൊരു 500 ഫോണ്ട് വരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊരു വേറൊരു പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു അവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു നമ്പേഴ്സ് കാണാൻ പറ്റും. നമ്പേഴ്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുത്തിട്ട് ആ നെയിമൊന്ന് ഇത് കോപ്പി ചെയ്ത് വെക്കുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ സെഡ് അർച്ചീവർ എന്ന് പറഞ്ഞ ആപ്പ് കയറിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് ഇപ്പോൾ നമുക്ക് ആ ഫയൽ കിട്ടും. അത് കട്ട് ചെയ്തതിന് ശേഷം പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇതിന് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ആ ഫയലിൽ നെയിം കൊടുക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ കോപ്പി ചെയ്ത ഫയലോടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ട് ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് മൈ ഫോണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈ ഫോണ്ട് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഫയലിൽ പോകും. ഫയലിൽ പോയാൽ നമ്മൾ ഏത് ഫയലിലാണോ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് ആ ഫയലിൽ കയറിയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ക്ലിക്ക് ചെയ്തതിന് സ്പോട്ടിൽ നമ്മളുടെ ക്യാപ്കട്ടിൽ ആ ഫോണ്ട് വന്നിട്ടുണ്ടാവും. ഇനി കോഡ് FM എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനിൽ അത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം അടിയിൽ കോപ്പിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും, ഒരു ബ്ലൂ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിനാൽ അത് കോപ്പി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ശേഷം നേരെ ക്യാപ്കട്ട് കയറിയിട്ട് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചത് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മലയാളത്തിലോട്ട് മാറും. ഓക്കെ, ഇതേ മെത്തേഡിലാണ് ഞാൻ മറ്റ് 3 ഫോണ്ടുകളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റേ വെബ്സൈറ്റ് കയറുക, അതിലൊരു 500+ നമുക്ക് എന്ത് ചെയ്യുക, ഫോണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന്ന് ഞാൻ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ബാക്കി ഫോൺസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണിത്.